ഹേമലത മാം അവിടെ ഇല്ലേ? Yes, ഓക്കെ, വീഡിയോ it's ഓൺ ആക്കിക്കോളൂ. ഫെമി മാം, ഷാൽ വി സ്റ്റാർട്ട്? മാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഹലോ എവ്രിവൺ, ഗുഡ് ഈവനിങ്. ഇന്നത്തെ ട്രെയിനേഴ്സ് ടോക്കിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഫെമി ജിസാന, കാലിക്കറ്റ് ആണ്. ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. വിൻഡൽ അക്കാദമിയുടെ പ്രൊഫഷണൽ ട്രെയിനർ ബാച്ചിലെ 25th ബാച്ചിലെ സ്റ്റുഡന്റ് കൂടിയാണ്. ഇന്ന് നമ്മളെല്ലാവരും വിൻഡൽ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ട്രെയിനേഴ്സ് ടോക്കിലാണ് നിൽക്കുന്നത്. ഒരു പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് പൂർത്തിയാക്കണം എന്ന ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ 10th പഠിക്കുന്ന സമയത്ത് ഒരു മോട്ടിവേഷൻ ക്ലാസ് കിട്ടിയതിനു ശേഷമാണ്. ആ ക്ലാസ്സിന് ശേഷം എനിക്ക് പേഴ്സണലി ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. അങ്ങനെ എന്തുകൊണ്ട് ഈ ഒരു പ്രൊഫഷൻ എനിക്കും ചെയ്തുകൂടാ, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും എന്റെ നോളജ് ഷെയർ ചെയ്യാനും ആ ഒരു പാഷൻ എന്നിൽ ഒരു ചേഞ്ച് വരുത്തി. സോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വിൻഡൽ അക്കാദമിയുടെ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞതും ജോയിൻ ചെയ്തതും. ഇന്നത്തെ ഈ ഒരു കോഴ്സ് ശരിക്കും എനിക്ക് ഒരു ഐ ഓപ്പണർ കൂടെ ആയിരുന്നു. കാരണം എന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കി. അതേപോലെ തന്നെ ഒരു കോണ്ടന്റ് എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം, സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാനും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഇന്നത്തെ സെഷൻസ് ലീഡ് ചെയ്യാൻ പോകുന്നത് ഹേമലത മാം ആണ്. മാം ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. അതേപോലെ ടീച്ചർ ആയിരുന്നു ആൻഡ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പാൾ കൂടിയായിരുന്നു. മലപ്പുറത്ത് മുനിസിപ്പൽ കൗൺസിലറും മലപ്പുറം ജില്ലയിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗവുമായിരുന്നു. ഇന്ന് വിവിധ മേഖലകളിൽ മാം സ്ത്രീകളുടെയും കുട്ടികളുടെയും അതേപോലെ അവരുടെ കുടുംബങ്ങളുടെയും ക്ഷേമത്തിനായിട്ട് കൗൺസിലിങ്ങും ട്രെയിനിങ്ങും അവയർനെസ് സെഷൻസും എല്ലാം എടുത്തു വരുന്നുണ്ട്. നിലവിൽ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ടാണ് മാം വർക്ക് ചെയ്യുന്നത്. സോ വിതൗട്ട് ഫെർദർ ഡിലേ നമുക്ക് മാമിനെ ഇൻവൈറ്റ് ചെയ്യാം സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഹേമലത മാം, പ്ലീസ്. thank you, Femi Jisana, ma'am. Thank you for a wonderful introduction. Okay, നമ്മള് ഇന്ന് എല്ലാവരും ടോപ്പിക് അറിയാമായിരിക്കും. ഫ്രം സർവൈവിങ് ടു ത്രൈവിങ്. എന്താണ് സർവൈവിങ്, എന്താണ് ത്രൈവിങ് എന്നൊക്കെ ഒരു ധാരണ ഉണ്ടാവാം അല്ലെ. സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിജീവനം, നിലനിൽപ്പിനായുള്ള ഒരു പോരാട്ടം. അതായത് നമ്മൾ പ്രയാസങ്ങൾ തരണം ചെയ്യാനും അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനും പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നേടാനും ഒക്കെ ആയിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരവസ്ഥയാണ് അതിജീവനം അഥവാ സർവൈവിങ് എന്ന് പറയുന്നത്. ത്രൈവിങ് എന്ന് വെച്ചാല് പുരോഗമനം അഥവാ വളർച്ച. നമ്മള് ജീവിതത്തെ ആസ്വദിക്കൽ, വെറും നിലനിൽപ്പിനപ്പുറം സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാനും ജീവിതത്തിൽ ഒരു ലക്ഷ്യം കണ്ടെത്താനും സന്തോഷത്തോടെ മുന്നേറാനും ശ്രമിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ത്രൈവിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ക്ലാസ് എടുക്കുക എന്നും നിങ്ങളൊരു ക്ലാസ് കേൾക്കാൻ വന്നു എന്നും വിചാരിക്കേണ്ട. ഒരു ചെറിയ സെൽഫ് ഡിസ്കവറി യാത്ര, നമ്മളെ തന്നെ ഒന്ന് നോക്കുക. അതായത് ഒരു കോട്ട് പറയാം ആദ്യം തന്നെ. ലൈഫ് ഈസ് നോട്ട് അബൌട്ട് വെയിറ്റിംഗ് ഫോർ ദ സ്റ്റോം ടു പാസ്, ഇറ്റ് ഈസ് അബൌട്ട് ലേണിംഗ് ടു ഡാൻസ് ഇൻ ദ റെയിൻ. നമ്മള് ജീവിതത്തിലെ സ്റ്റോം കടന്നു പോട്ടെ, കൊടുങ്കാറ്റ് കടന്നു പോട്ടെ എന്ന് വിചാരിച്ച് കാത്തിരുന്നാല് ശരിയാവില്ല. നമ്മള് ഡാൻസിങ് ഇൻ ദ റെയിൻ, ആ സ്റ്റോമിൽ ഉള്ള കൊടുങ്കാറ്റിൽ, മഴയിൽ നമ്മൾ ഡാൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയണം നമുക്ക്. അതാണ് ത്രൈവിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് അതിലേക്ക് എങ്ങനെ നമ്മൾക്ക് എത്തിച്ചേരാൻ പറ്റും? നമുക്ക് ഒന്നാമത് ഓരോരോ പോയിന്റ്സ് പറയാം. ഇത് മുഴുവനും കൂടെ അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാവരും കുറെയൊക്കെ ധാരണയുണ്ടെങ്കിൽ ഒന്നിച്ച് പറഞ്ഞു നോക്കാം നമുക്ക്. സെൽഫ് ലവ് ആൻഡ് അക്സെപ്റ്റൻസ്. ഒന്നാമത് നമുക്ക് സെൽഫ് ലവ് ആൻഡ് അക്സെപ്റ്റൻസ് വേണം. അതായത് നമ്മുടെ ഒരു അടുത്ത സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെയാണോ നമ്മളോട് എപ്പോഴും സംസാരിക്കുക? മാൻസി മാം എന്ത് പറയുന്നു? നമ്മുടെ ഒരു അടുത്ത ക്ലോസ് ഫ്രണ്ടിനോട് പറയുന്ന പോലെയാണോ നമ്മളോട് സംസാരിക്കാറ് എപ്പോഴും? സ്വയം അല്ല, കുറച്ച് വ്യത്യസ്തത ഉണ്ടാവാറുണ്ട്.
അവരെ നമ്മള് ആശ്വസിപ്പിക്കുന്നു, അത് പോട്ടേന്ന് വെക്കുക, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കും. മറ്റുള്ളവരോട് നമ്മൾ കൈൻഡ്നെസ് ഒക്കെ കാണിക്കും. പക്ഷെ നമ്മുടെ തെറ്റുകൾ കൂടുതലായി എടുത്തു കാണും, അല്ലെ? നമ്മുടെ തെറ്റുകൾ നമ്മളെ ഇങ്ങനെ വീണ്ടും വീണ്ടും അത് തെറ്റിപ്പോയി, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും. അങ്ങോട്ട് മുന്നിലേക്കുള്ള യാത്രയെ നമ്മൾ പിന്നിലേക്ക് വലിക്കാനാണ് നമുക്കൊരു ടെൻഡൻസി ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മള് സ്വന്തം തെറ്റുകൾ തന്നെ എപ്പോഴും കാണാതെ നമ്മൾക്ക് മുന്നോട്ട് വരാൻ നോക്കണം. നമ്മളിപ്പോ 2 ചെടികൾ നട്ട് വളർത്തുന്നുണ്ട്. 2 ഒരേപോലെയുള്ള ചെടികള് ചട്ടികളിൽ വെച്ചു. ഒന്നിന് നല്ല വെള്ളവും വളവും ഒക്കെ ഇട്ട് സൂര്യപ്രകാശം കിട്ടേണ്ട പോലെയൊക്കെ വെച്ചു. മറ്റേതിന് വെള്ളം ഇടുന്നില്ല, വളം ഇടുന്നില്ല, ഒന്നുമില്ലെങ്കിൽ ഏതായിരിക്കും നന്നായി വരിക? വളം ഇട്ടത് തന്നെ നന്നായിട്ട് വരുള്ളൂ. തീർച്ചയായിട്ടും വളം ഇട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ് വളർന്നു വരുന്നത്, അല്ലെ? അപ്പൊ നമ്മള് സെൽഫ് ലവ് എന്ന് പറയുന്നത് നമുക്ക് വെള്ളം കൊടുക്കുന്നത് പോലെയാണ്. നമ്മളെ സ്നേഹിക്കുന്ന, അതായത് സെൽഫ് ലവ് മീൻസ് അക്സെപ്റ്റ് ഇംപെർഫെക്ഷൻസ്. ഒന്നാമത് അക്സെപ്റ്റ് ഇംപെർഫെക്ഷൻസ്. പെർഫെക്റ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ജയശ്രീ മാം? ഇല്ല, പെർഫെക്റ്റ് ആയിട്ട് ആരില്ല. ആദ്യം തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്, അല്ലെ? പല പല കുറവുകളുണ്ട്, എന്തൊക്കെയായാലും ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മള് അത് അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. മനുഷ്യരല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നങ്ങ് അക്സെപ്റ്റ് ചെയ്യുക, സമാധാനിക്കുക. സെലിബ്രേറ്റ് പ്രോഗ്രസ്. ചെറിയ ചെറിയ വിജയങ്ങളെ നമ്മൾ ആഘോഷിക്കുക. വലിയ ഒരുപാട് ഇത് കിട്ടിയാലും മാത്രമല്ല, കൊച്ചു കൊച്ചു ചെറിയ സന്തോഷങ്ങൾ. നമ്മൾ പോണ വഴിക്ക് ഒരാള് ചിരിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചിരിക്കുക എന്നല്ല, നമുക്ക് ചിലരുടെ ഒരു ചിരി കണ്ടാൽ തന്നെ മതി ഒരു സന്തോഷത്തിന്, അല്ലെ? അതുപോലെ ചെറിയ കാര്യങ്ങള്, നമുക്ക് എന്തെങ്കിലും ഒന്ന് താഴെ വീണു പോയത് പെട്ടെന്ന് ഒരാൾ എടുത്തു തന്നു, അല്ലെങ്കിൽ വഴി ഒന്ന് ക്രോസ് ചെയ്യുമ്പോൾ ഒരു വണ്ടി നിർത്തിയിട്ട് നമ്മളോട് കടന്നു പോയിക്കോളാൻ പറയുന്നു. ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് അങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മള് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ കാര്യങ്ങളായിട്ട് കാണുക. അല്ലെങ്കിൽ എനിക്കിതില്ലല്ലോ എന്ന് തന്നെ വിചാരിച്ചിരിക്കാതെ പെർഫെക്ഷന് വേണ്ടി ശ്രമിക്കാതിരിക്കുക. ഫോർഗീവ് യുവർ സെൽഫ്. അടുത്ത പോയിന്റ്, 3rd വൺ കേട്ടോ. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെയാ നമ്മൾ പറഞ്ഞു. ഒന്നാമത് പറഞ്ഞ അക്സെപ്റ്റ് ഇംപെർഫെക്ഷൻസ്. സെക്കൻഡ് വൺ സെലിബ്രേറ്റ് പ്രോഗ്രസ്. 3rd വൺ ഫോർഗീവ് യുവർ സെൽഫ്. നമ്മളോട് തന്നെ ഫോർഗീവ് ചെയ്യാൻ പഠിക്കുക. നമ്മള് ചിലപ്പോ ഫോർഗീവ്നെസ് റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതാറുണ്ട്, അല്ലെ? ചിലരൊക്കെ അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് റെക്കോർഡ് ചിലര് അങ്ങനെ ചെയ്യാറുണ്ട്. കൗൺസിലിംഗ് ഒക്കെ പഠിച്ചവർക്കൊക്കെ അറിയാം. ചിലപ്പോൾ രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ്, എന്നെ ഇങ്ങനെ ആക്കിയതിന് നന്ദി എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ എണീക്കുന്നു, നടക്കുന്നു, എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും. അതുപോലെ ഫോർഗീവ്നെസ്, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതോടൊപ്പം ആരോടും കൂടെ ക്ഷമിക്കാൻ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. സ്വയം നമ്മളോട് തന്നെ ക്ഷമിക്കാൻ പഠിക്കുക. നമുക്ക് പലതും പറ്റി കാണും, പക്ഷെ നമ്മൾ അതിങ്ങനെ ഓർത്ത് വിഷമിക്കാനൊന്നുമില്ല. ഫോർഗീവ് അവർ സെൽഫ്. നമ്മളോട് തന്നെ ക്ഷമിക്കുക. പിന്നെ റെസ്റ്റ് വിതൗട്ട് ഗിൽറ്റ്. നമ്മള് ഗിൽറ്റ് 4th വൺ അല്ലേ അത്? നമ്മള് ഗിൽറ്റി കോൺഷ്യസ്നെസ് ഇല്ലാതെ റെസ്റ്റ് എടുക്കുക. അതായത് എപ്പോഴും കുറ്റബോധം മനസ്സിന്ന് മാറ്റുക. പല പല തെറ്റുകൾ വന്നിട്ടുണ്ടാവും. കുറ്റബോധമെല്ലാം മാറ്റിയിട്ട് നമ്മൾ റെസ്റ്റ്, ആ രീതിയിൽ വിശ്രമിക്കാനും ഉറങ്ങാനും, ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സൊന്ന് ക്ലിയർ ചെയ്ത്, മനസ്സിലുള്ള വേണ്ടാത്ത, അതായത് വല്ലവരോടുമുള്ള പിണക്കങ്ങളോ അതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അവരോട് ഫോർഗീവ് ചെയ്ത് അവരോടൊന്ന് വിളിച്ച് സംസാരിക്കുക. ചിലപ്പോ ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു അതൃപ്തി തോന്നിയിട്ടുണ്ടെങ്കിലും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ അതങ്ങ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അപ്പൊ ടോക്ക് ടു യുവർ സെൽഫ് ലൈക്ക് സമ്മൺ യു ലവ്. ടോക്ക് ടു യുവർ സെൽഫ് ലൈക്ക് സമ്മൺ യു ലവ്. നമ്മൾ ആരോടെങ്കിലും സ്നേഹിക്കുന്നവരോട് നമ്മൾ സംസാരിക്കുന്നത് പോലെ നമ്മളോട് സംസാരിക്കുക. സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലെ? സ്വയം സംസാരിക്കുക. കേട്ടിട്ടില്ലേ? പോസിറ്റീവ് സെൽഫ് ടോക്കുകളും ഉണ്ട്, നെഗറ്റീവ് സെൽഫ് ടോക്കുകളും ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് സെൽഫ് ടോക്ക് ഒരിക്കലും നമ്മളെ വളർച്ചയിലേക്ക് കൊണ്ടുപോകില്ല, നമ്മളെ പിന്നിലേക്ക് വലിക്കുകയുള്ളൂ. പോസിറ്റീവ് സെൽഫ് ടോക്കുകളുണ്ട്. അപ്പോൾ ടോക്ക് ടു യുവർ സെൽഫ് ലൈക്ക് സമ്മൺ യു ലവ്. നമ്മൾക്ക് ഇഷ്ടമുള്ള, സ്നേഹിക്കുന്ന, നമുക്ക് പ്രിയപ്പെട്ടവരോട് നമ്മൾ എങ്ങനെ സംസാരിക്കുന്നോ അതുപോലെ തന്നെ നമ്മളോട് സംസാരിക്കാൻ പഠിക്കുക. അപ്പൊ നമ്മള് ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു പറഞ്ഞത്, അല്ലേ? നമ്മള് ത്രൈവിംഗ് മോഡിലേക്ക് വരാൻ
ഉള്ള ഒന്ന് പറഞ്ഞത് സെൽഫ് ലവ് ആൻഡ് അക്സെപ്റ്റൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി സെക്കൻഡ് ആയിട്ട് നമുക്ക് നോ യുവർ വർത്ത്. നോ യുവർ വർത്ത്. നമ്മൾ നമ്മളുടെ വാല്യൂവിനെ തിരിച്ചറിയുക. അതില് ഒരു അധ്യാപകൻ ക്ലാസ്സിൽ ഒരു 500 രൂപ നോട്ട് ഒരു 500 രൂപ നോട്ട് എടുത്ത് കുട്ടികളെ കാണിച്ചു. ഇത് ആർക്കൊക്കെ വേണം എന്ന് ചോദിച്ചപ്പോ എല്ലാവരും കൈവക്കി. എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം എന്ന് പറഞ്ഞ് കൈ ഉയർത്തി. അപ്പൊ അദ്ദേഹം അത് ഒന്ന് ചുരുട്ടി, എന്നിട്ട് കാണിച്ചപ്പോഴും എല്ലാവർക്കും വേണം. പിന്നെ നിലത്തിട്ടൊന്ന് ഉരച്ചു, എന്നിട്ട് കാണിച്ചപ്പോഴും എല്ലാവർക്കും വേണം. അപ്പൊ ഈ 500 രൂപയുടെ വാല്യൂ ചുളുക്കിയാലും ചെളി പറ്റിയാലും ഒക്കെ പോകുന്നുണ്ടോ? ഒരു പരിധി വരെ വൃത്തികേടാവാതിരിക്കുകയാണെങ്കിൽ അതിന് വാല്യൂ ഉണ്ട് അല്ലെ? അപ്പോ അതിന്റെ വില കുറയുന്നില്ല. അതുപോലെ നമ്മുടെ ലൈഫ് നമ്മളെ ചവിട്ടിയാലും റിജക്റ്റഡ് ആക്കിയാലും ഫെയിൽ ആയാലും നമ്മുടെ വാല്യൂ കുറയുന്നില്ല. നമ്മുടെ വാല്യൂ ആരാ ഉണ്ടാക്കേണ്ടത്? നമ്മൾ തന്നെയാണ് നമ്മുടെ വാല്യൂ ഉണ്ടാക്കേണ്ടത്. നമ്മളാണ് നമ്മുടെ വാല്യൂ ഉണ്ടാക്കുന്നത്. നമുക്ക് വാല്യൂ നമുക്ക് നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് വാല്യൂ ഉണ്ടായി വരും. പിന്നെ ഒരു ഡയമണ്ട് ഒരു കഥയും കൂടെ പറയാം അല്ലെ? കഥ കൂടിപ്പോയെങ്കിൽ വേണ്ടെന്ന് പറയണേ. ആദ്യം അത് പറഞ്ഞു. ഒരു കുട്ടിയുടെ അച്ഛൻ ആ കുട്ടിക്ക് ഒരു കല്ല് കൊടുത്തിട്ട് അതൊന്ന് കൊണ്ടുപോയി പലയിടത്തും കാണിച്ചു. വിൽക്കണ്ട, അതിന് എന്ത് വില വരുമെന്ന് ചോദിക്കാൻ പറഞ്ഞു. ആ കുട്ടി അതും കൊണ്ട് ആദ്യം മാർക്കറ്റിൽ പോയി. അവിടെ ഒരാൾ നോക്കിയിട്ട് പറഞ്ഞു, ഞാനൊരു 200 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി വിചാരിച്ചു, ഈ കല്ലിന് 200 രൂപ കിട്ടിയല്ലോ, നല്ല കാര്യമാണ്. പക്ഷെ കൊടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തില്ല. പിന്നെ പോയതൊരു മ്യൂസിയം. അവിടെ ചെന്നപ്പോ അവര് നോക്കിയിട്ട് പറഞ്ഞു, ഒരു 2000 രൂപ തരാമെന്ന്. അപ്പൊ വലിയ സന്തോഷമായി. 2000 രൂപയുണ്ടോ ഈ കല്ലിന് എന്ന് വിചാരിച്ചു. അപ്പോഴും അച്ഛൻ പറഞ്ഞു, കൊടുക്കണ്ട, നീ ഒരു ഡയമണ്ട് വിൽക്കുന്ന വ്യാപാരിയുടെ അടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോ അതിന് 2 ലക്ഷം രൂപ തരാമെന്ന്. അപ്പൊ അതിന് അത്രയും വാല്യൂ ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ നമ്മുടെ വാല്യൂ, ആ കല്ലിന് മാറ്റമൊന്നും വന്നിട്ടില്ല. സെയിം കല്ലാണ് എല്ലായിടത്തും കാണിച്ചത്. പക്ഷെ അത് കണ്ട ആളുകള്, അതിന് വിലമതിച്ച ആളുകളാണ് വ്യത്യസ്തരായത് അല്ലെ? അപ്പൊ നമ്മുടെ വാല്യൂ മാറുന്നില്ല. നമ്മൾ ആ കല്ല് പോലെയാണ്, അതിനുള്ളില് ഡയമണ്ട് ആണ്. അപ്പൊ നമ്മൾ എവിടെ ചെല്ലുന്നോ, ആരാണ് നമ്മൾ ചെല്ലുന്ന ആ കൂട്ടം, അവരാണ് നമുക്ക് വാല്യൂ കൊടുക്കുന്നത്. അവർക്കറിയാത്തോണ്ടാണ് നമ്മുടെ വാല്യൂ എപ്പോഴും അതുപോലെ തന്നെയുണ്ട്. അപ്പൊ നമ്മളുടെ വാല്യൂ കുറച്ച് കാണരുത്. നമുക്ക് വാല്യൂ ഉണ്ട്. അത് നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കിയേക്കുക, വേണ്ടാന്ന് വെച്ചേക്കുക. അങ്ങനെ കാണുന്നവർക്ക് ഇതെല്ലാം പിന്നെ തിരിച്ചറിയില്ലെങ്കിലും നമ്മുടെ വാല്യൂ ഉണ്ടായാൽ മതി. അപ്പോ നമുക്ക് നമ്മുടെ വാല്യൂ തിരിച്ചറിയാത്ത ഇത് എങ്ങനെയാണ് നമ്മളപ്പോ പെരുമാറുക? വാല്യൂ അറിയില്ലെങ്കിൽ ഓൾവേസ് സീക്കിംഗ് അപ്രൂവൽ. എന്തേ? ഡെസ്പറേറ്റ് ആവും. ഡെസ്പറേറ്റ് ആവും, നിരാശരാവും അല്ലെ? എപ്പോഴും അപ്രൂവലിന് വേണ്ടി എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ സേ യെസ് ടു എവരിതിങ്. നോ പറയാനുള്ള ശേഷിയില്ല. എല്ലാവരോടും എസ് എന്ന് പറയേണ്ടതായിട്ട് വരും. കമ്പയറിങ് യുവർ സെൽഫ്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക. ഞാൻ അത്ര പോരാ, ഞാൻ അവരുടെ പോലെ അല്ലല്ലോ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ തോന്നുക. പിന്നെ ഫീലിംഗ് ഗിൽറ്റി ഫോർ സേയിങ് നോ പറഞ്ഞെങ്കിൽ തന്നെ പിന്നെ ഗിൽറ്റി ഫീലിംഗ് ആണ് എപ്പോഴും. അപ്പോ നമ്മുടെ വർത്ത് എങ്ങനെ തിരിച്ചറിയാം? ഒന്ന്, സെറ്റ് ബൗണ്ടറീസ്. നമ്മുടെ വർത്ത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ സെറ്റ് ബൗണ്ടറീസ് സെറ്റ് ചെയ്തേക്കുക, അതിനപ്പുറത്തേക്ക് പോകാതിരിക്കുക. പിന്നെ റെസ്പെക്ട് യുവർ സെൽഫ്, സ്റ്റോപ്പ് കമ്പയറിങ്, റെക്കഗ്നൈസ് യുവർ സ്ട്രെങ്ത്. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ, നമ്മുടെ വർത്ത് തിരിച്ചറിയും. ഞാൻ ഒത്തിരി വെള്ളം കുടിച്ചോട്ടെ, എക്സ്ക്യൂസ് മീ. ഇനി നമ്മൾ തേർഡ് പോയിന്റ്, നമ്മൾ ആ ത്രൈവിംഗ് മോഡലിലേക്ക് വരികയാണല്ലോ. അപ്പോ പിന്നെ ഓവർകമ്മിങ് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. എന്താ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്? നമ്മുടെ ഈ കൂട്ടത്തിലിരിക്കുന്ന ആരെങ്കിലും
മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ചെയ്യാൻ വിചാരിച്ച കാര്യം മാറ്റി വെച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് യെസ് 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 എന്നൊന്ന്. ആ, ചാറ്റ് ചെയ്യാനാ ഞാൻ വിചാരിച്ചേ. എപ്പോഴെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ? യെസ്, അർച്ചന മാം എസ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ മിക്കവാറും പേര് നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ പല സമയത്തും ചെയ്യാതെ മാറ്റിവെക്കും. ചിലപ്പോ ഒന്ന് സ്റ്റേജ് കയറേണ്ട കാര്യമായിരിക്കും, അല്ലെങ്കിൽ ചില ഡ്രസ്സ് ഇടേണ്ട കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഒരിടത്ത് ഒരു അഭിപ്രായം പറയേണ്ടതാവും. അതൊക്കെ നമ്മള് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് മാറ്റിവെക്കും അല്ലെ. അങ്ങനെ ആ ആളുകൾ എന്ത് പറയും എന്ന പിന്നെ കാര്യത്തിൽ മാറ്റിവെച്ച് അതിന്റെ നഷ്ടം വരുന്നത് ആർക്കാണ്? നമുക്ക് തന്നെയാണ്. അവർക്കാർക്കൊന്നുമില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് നിന്നാൽ നമുക്കാണ് അതിന്റെ നഷ്ടം ഉണ്ടാവുക. എല്ലാരും കേട്ടിട്ടുണ്ടാവും, ഒരു അച്ഛനും അമ്മയും ഒരു കഴുതയും കൊണ്ടുപോയ ഒരു കഥ കേട്ടിട്ടുണ്ടാവും. സോറി, അച്ഛനും അമ്മയല്ല, അച്ഛനും മകനും ഒരു കഴുതയും ഓക്കെ. അച്ഛനും അമ്മയും ഒരു കഴുതയും കൂടെ പോവുകയായിരുന്നു. സോറി, പിന്നെ ഞാൻ ഈ അമ്മ എന്ന് പറഞ്ഞു. അച്ഛനും മകനും ഒരു കഴുതയും കൂടെ ഒരു യാത്ര ചെയ്യാണ്. അപ്പോ കുറച്ചു പേര് പറഞ്ഞു, ആ കഴുത വയസ്സായ, കുറച്ച് സാധനങ്ങളും അതിന്റെ തോളത്തുണ്ട്, ആ വയസ്സായ കഴുതയെ കൊണ്ട് ഇതൊക്കെ എടുപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ അച്ഛൻ എന്ത് ചെയ്തു? ആ ഭാണ്ഡക്കെട്ട് എടുത്തിട്ട് മോനോട് കഴുതപ്പുറത്ത് കയറിക്കോളാൻ പറഞ്ഞു. മോനെ കയറ്റി നടത്തി. കുറച്ചു കഴിഞ്ഞപ്പോ ആളുകൾ പറയുന്നു, ആ മോൻ എന്തൊരു മോനാ, അച്ഛനെ കൊണ്ട് ഈ ഭാണ്ഡക്കെട്ടുമൊക്കെ എടുപ്പിച്ച് നടത്തിക്കുകയാണ്, അവൻ കഴുതപ്പുറത്ത് ഇരിക്കുന്നു. അപ്പൊ മോൻ ഇറങ്ങി, അച്ഛൻ കയറി, മകൻ ഈ ഭാണ്ഡമൊക്കെ പിടിച്ചു പോകുന്നു. അപ്പോഴും ആളുകൾ പറഞ്ഞു, അത് കണ്ടില്ലേ, അവൻ അങ്ങനെ പോകുന്നു. അവസാനം ഇവരെന്ത് ചെയ്തു വെച്ചാൽ കഴുതയെ ചുമന്നുകൊണ്ട് നടക്കാൻ തുടങ്ങി. അപ്പോഴും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി, കഴുതയെ ചുമന്നുകൊണ്ട് പോകുന്ന കണ്ടില്ലേ എന്ന്. അപ്പൊ പിന്നെ അച്ഛൻ പറഞ്ഞു, നമ്മളിങ്ങനെ എല്ലാവരും പറയുന്നതിനനുസരിച്ച് ചെയ്യാൻ നിന്നാലൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കി, തിരിച്ചറിഞ്ഞു. പിന്നെ അപ്പൊ അങ്ങനെ വിമർശിക്കാൻ ഒരുപാട് പേരുണ്ടാവും അല്ലെ. അതേസമയം തെറ്റുകൾ തിരുത്തി തരാൻ ആരും ഉണ്ടാവില്ല. നമുക്ക് പലപ്പോഴും വിമർശിക്കാൻ, കുറ്റം പറയാനായിരിക്കും ആളുകൾ ഉണ്ടാവുക. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടാൻ നമ്മൾ തന്നെ തീരുമാനിക്കണം. മറ്റുള്ളവരുടെ അടുത്തുനിന്ന് അഭിപ്രായം ചോദിക്കാൻ നിൽക്കണ്ട അങ്ങനെയുള്ള സമയങ്ങളിലെന്ന് വെച്ചാൽ മതി. പിന്നെ ഒരു കാര്യം കൂടെ, ഒരു ചിത്രകാരൻ, ഒരു യുവാവായ ചിത്രകാരൻ നല്ല ഒരു ചിത്രം വരച്ചിട്ട് അത് റോഡ് സൈഡിൽ അവിടെ ഒരിടത്ത് വെച്ചു. അതിന്റെ താഴെ എഴുതി വെച്ചു, ഇതിന് എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ അടയാളപ്പെടുത്തുക എന്ന് എഴുതി വെച്ചു. വൈകുന്നേരം ആയപ്പോ അതിൽ മുഴുവൻ അടയാളങ്ങളേ ഉള്ളൂ, ഫുള്ള് അടയാളങ്ങളാ മുഴുവനും. അപ്പൊ അയാൾക്കൊരു ചെറിയ വിഷമം തോന്നി. എന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു, ഇത് കണ്ടില്ലേ, ഈ ചിത്രം മുഴുവനും അടയാളങ്ങളാ, അപ്പൊ ഒരുപാട് തെറ്റ് അതിലുണ്ട് എന്ന്. അപ്പൊ ഗുരു പിറ്റേ ദിവസം പറഞ്ഞു, നീ നാളെ ഇതേ ചിത്രം വരച്ചിട്ട് അവിടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തി തരിക എന്ന് എഴുതി വെക്കാൻ പറഞ്ഞു. അപ്പൊ അന്ന് ഒരുത്തരും അതിൽ തൊട്ടിട്ടില്ല. അപ്പൊ നമ്മളെ വിമർശിക്കാൻ, കുറ്റം, ഇത് ശരിയല്ല എന്ന് പറയാൻ ആളുകളുണ്ട്. അത് കറക്റ്റ് ചെയ്യാനോ ഒന്നും അല്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നതാണ് ശരി, അല്ലെങ്കിൽ അതുപോലെ അതിനുള്ള എക്സ്പേർട്സ് അല്ലാത്തവരോട് അഭിപ്രായം പറയുന്നത് നമ്മൾ കേൾക്കാതിരുന്നാൽ മതി. അങ്ങനെ അപ്പൊ നമുക്ക് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തൊന്നും ജീവിക്കാൻ പറ്റില്ല അല്ലെ. അപ്പോ ഈ ഫിയർ ഓഫ് ജഡ്ജ്മെന്റിനെ ഓവർകം ചെയ്യണ്ടേ? അതിന് എന്തെല്ലാം ഒരു 4 വഴികൾ പറഞ്ഞുതരാം കേട്ടോ. അതും ഇപ്പൊ പറഞ്ഞ പോലെ സ്റ്റോപ്പ് സീക്കിംഗ് അപ്രൂവൽ. നമ്മൾ ഈ എല്ലാവരോടും അഭിപ്രായം ചോദിച്ച് അനുവാദം വാങ്ങുന്ന ആ സ്വഭാവം അങ്ങ് നിർത്തിയേക്കുക. നമ്മളുടെ നന്മ തന്നെ വിചാരിക്കുന്നവരായിരിക്കണം എന്നില്ല എല്ലാവരും അല്ലെ. അങ്ങനെയുള്ളവരും ഉണ്ടാവാം, അല്ലാത്തവരും ഉണ്ടാവും. ഫോക്കസ് ഓൺ യുവർ പേർപ്പസ്. നമ്മളുടെ ഉദ്ദേശം, ലക്ഷ്യം എന്താണോ അതിൽ ഫോക്കസ് ചെയ്യുക. പേർപ്പസ് ഇസ് ലൗഡർ ദാൻ പീപ്പിൾസ് ഒപ്പീനിയൻ. ആളുകളുടെ അഭിപ്രായത്തെക്കാൾ മേലെ നിൽക്കുന്നതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പൊ നമ്മളുടെ ഉദ്ദേശമാണ്, നമ്മുടെ ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനം. പിന്നെ ബിൽഡ് കോൺഫിഡൻസ് ത്രൂ ആക്ഷൻ. നമ്മൾ ആക്ഷനിൽ കൂടെയാണ് കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടത്. കോൺഫിഡൻസ് കംസ് ആഫ്റ്റർ ആക്ഷൻ. ഒന്നും ചെയ്യാതെ കോൺഫിഡൻസ് ഉണ്ടാവില്ല അല്ലെ. ഒരിക്കലൊന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ബെറ്ററായി, കുഴപ്പമില്ലാന്ന് തോന്നും. പിന്നെ ഒന്നും കൂടെ ചെയ്യുമ്പോൾ അതിലും നന്നായി എന്ന് വരും. അപ്പൊ ആക്ഷന് ശേഷമാണ് കോൺഫിഡൻസ് ഉണ്ടാവുക. അല്ലാതെ നമ്മൾ ആദ്യമേ ഫുൾ കോൺഫിഡൻസ് വന്നിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് കോൺഫിഡൻസ് കംസ് ആഫ്റ്റർ ആക്ഷൻ.
അതുകൊണ്ട് ആക്ഷൻ നമുക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ വാട്ട് അതർ പീപ്പിൾ തിങ്ക് ഓഫ് യു ഈസ് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് പറയാം നമുക്ക്, അല്ലേ? മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊന്നും വിചാരിക്കേണ്ട, നമുക്ക് ശരിയായ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ നമ്മൾ 3 പോയിന്റ്സ് പറഞ്ഞു. നമുക്ക് ഈ പിന്നെ ത്രൈവിംഗ് മോഡിലേക്ക്, അല്ലെ, സർവൈവൽ മോഡിൽ നിന്നും ത്രൈവിംഗ് മോഡിലേക്ക് മാറി വരാനുള്ള 3 പോയിന്റ്സ് പറഞ്ഞു. അതായത് ലവ് യുവർ സെൽഫ്, സെൽഫ് ലവ്, അതായത് ലവ് യുവർ സെൽഫ്. പിന്നെ നോ യുവർ വർത്ത്, നമ്മളുടെ വർത്ത് നമ്മൾ തന്നെ അറിയുക. പിന്നെ ഡോണ്ട് ലെറ്റ് ഫിയർ ഓർ എനിബഡി കൺട്രോൾ യുവർ ലൈഫ്. ഡോണ്ട് ലെറ്റ് എനിവൺ കൺട്രോൾ യുവർ ലൈഫ്. നമ്മളുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ മറ്റാരെയും അനുവദിക്കാതിരിക്കുക. പിന്നെ ജീവിതത്തിൽ ധാരാളം സ്ട്രഗിൾസ് ഉണ്ടാവും, അല്ലേ? ആ സ്ട്രഗിൾസ് ഒക്കെ കാണുമ്പോൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ വല്ലാതെ വിഷമിക്കും. എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിക്കും. ഇതെനിക്ക് മാത്രമേ ഇങ്ങനെയുള്ളല്ലോ, വേറെ ആർക്കും എന്താ ഇതെങ്ങനെയൊക്കെ ദൈവം എന്നോട് ചെയ്യുന്നത് എന്നെല്ലാം നമ്മൾ ആലോചിക്കും. അപ്പം അതിനൊരു ചെറിയ കഥ പറയാം. നമ്മള് ഈ കൊക്കൂൺ കണ്ടിട്ടില്ലേ? ബട്ടർഫ്ലൈ ആയി വരുന്ന പൂമ്പാറ്റ ഉണ്ടാവുന്നതിന് മുമ്പുള്ള ചെറിയ കൊക്കൂൺ. അതിനുള്ളില് ഇരുന്നിട്ട് കുറെ കഴിഞ്ഞാണ് ഇത് പുറത്തു വരുന്നത്. അപ്പൊ ഈ പുറത്തു വരുമ്പോ ഇത് വളരെ സ്ട്രഗിൾ ചെയ്താ പുറത്തു വരുന്നത്. അത് ഈ തോട് പൊട്ടിച്ച് വരാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടെന്ന് കണ്ടിട്ട് ഒരു സ്ത്രീക്ക് പാവം തോന്നി. അയ്യോ പാവം എന്ന് വിചാരിച്ച് അവരത് പൊട്ടിച്ചു കൊടുത്തു. ആ തോടങ്ങ് പൊട്ടിച്ചു കൊടുത്തു. അപ്പൊ ഇത് പുറത്തു വന്നെങ്കിലും എന്ത് സംഭവിച്ചു? എന്ത് പറ്റി കാണും? സഫ്ന. ജയശ്രീ മാം പറഞ്ഞോളൂ. സമയമാകാത്തത് കൊണ്ട് അത് അതിജീവിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, സർവൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇല്ല, അതിന് പറക്കാൻ പറ്റിയില്ല. അതിന്റെ ചിറകുകളൊന്നും പാകം വന്നില്ലായിരുന്നു, അതിന് പറക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ നമ്മളുടെ സ്ട്രഗിൾസ് മുഴുവൻ നമ്മളുടെ സ്ട്രെങ്ത് ആണ്. നമ്മൾ അതിനെ അതിജീവിച്ച് വരുമ്പോഴാണ് നമുക്ക് സ്ട്രെങ്ത് കൂടുക. നമ്മൾ സ്ട്രഗിൾസ് വരുമ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചാലും ഇതിന് ശേഷം ഈ ദിവസവും കടന്നു പോകും, ഈ കാലവും കടന്നു പോകും. നമ്മൾ പറയുന്ന പോലെ ഇരുട്ടിയാൽ അതിനൊരു വെളിച്ചം പുറകെ വരും. അതുപോലെ ഒരു കുന്ന് കയറിപ്പോയാൽ കുന്ന് കയറി അതുപോലെ തന്നെ നമ്മൾ തിരിച്ചിറങ്ങും, അല്ലെ? മറുവശത്ത് നിന്ന് ഇറങ്ങാൻ പറ്റും. അതുപോലെ നമ്മുടെ സ്ട്രഗിൾസ് എല്ലാം നമ്മൾ ഓവർകം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായാൽ മതി. ആ സമയത്ത് നമ്മുടെ മനസാന്നിധ്യമൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ ആകെ വിട്ടു പോകുന്നതിന് പകരം നമ്മളത് ഓവർകം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കതിനെ കടന്നു പോവാൻ പറ്റും ജീവിതത്തിൽ. ഇനി പിന്നെ എനിക്ക് ശബ്ദത്തിനൊരു പ്രശ്നം. ഞാൻ നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മളിപ്പോ സർവൈവിങ് ആണെങ്കിൽ ആ മോഡിൽ നിന്ന് മാറി ത്രൈവിംഗ് മോഡിലേക്ക് വരാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, അല്ലെ? അതില് സെൽഫ് ലവ് ഉണ്ട്, വർത്ത് ഉണ്ട്, ഓവർകമ്മിങ് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് ഉണ്ട്, പിന്നെ എല്ലാം പറഞ്ഞു. സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. അതുപോലെ നമ്മളെ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നമ്മളുടെ ശരീരത്തെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെ? നെഗറ്റീവ് സെൽഫ് ടോക്ക് മാറ്റുക. പിന്നെ ഉറക്കം, ആരോഗ്യം, വിശ്രമം ഇവയ്ക്കൊക്കെ പ്രാധാന്യം കൊടുക്കുക. നമ്മുടെ സ്ട്രെങ്തുകൾ തിരിച്ചറിയുക, അല്ലെ? അപ്പൊ നമ്മള് സ്വയം പറയുക, ഐ വിൽ സ്റ്റോപ്പ് കമ്പയറിങ്. ഞാൻ ഇനി മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നത് നിർത്തും. ഐ വിൽ അപ്രീഷിയേറ്റ് മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യും. ഐ വിൽ സേ നോ വെൻ നീഡഡ്. എപ്പോ ആവശ്യമുണ്ടോ അപ്പൊ ഞാൻ നോ പറയാൻ പഠിക്കും. ഞാൻ ഓരോന്നായിട്ട് പറയണോ? ഐ വിൽ സ്റ്റോപ്പ് കമ്പയറിങ്. കമ്പയർ ചെയ്യുന്നത് നിർത്തും. ഐ വിൽ അപ്രീഷിയേറ്റ് മൈസെൽഫ്. ഐ വിൽ സേ നോ വെൻ നീഡഡ്. ഐ വിൽ ട്രൈ സംതിങ് ന്യൂ. എപ്പോഴും നമ്മൾ പുതിയ സ്കിൽസ് ഒക്കെ പഠിച്ച് അല്ലെങ്കിൽ അറിയാവുന്നതിനെ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുക, അല്ലെ? അതിന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോ പ്രായമായി റിട്ടയർ ചെയ്തു എന്നൊക്കെ വിചാരിച്ച് വെറുതെ ഇരിക്കാതെ പുതിയ പുതിയ കോഴ്സുകൾ പഠിക്കാനും പുതിയ സ്കിൽസ് പഠിക്കാനും ഒക്കെ തുടങ്ങി നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഐ വിൽ ബിലീവ് ഇൻ മൈസെൽഫ്. ഏറ്റവും അധികം വേണ്ടത് എന്താ? ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്മളിൽ തന്നെ നമുക്ക് വിശ്വാസം ഉണ്ടാക്കുക. അപ്പൊ ഞാൻ ഇന്ന് തൽക്കാലം ഇവിടെ നിർത്താം എന്ന് തോന്നുന്നു. കുറെ
കുറേ അധികം പറയാനാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് സംസാരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പോ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയാൻ ആഗ്രഹമുണ്ട്. താങ്ക് യു സോ മച്ച് ഹേമലത മാം. ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ആഡ് ഓൺ ചെയ്യാൻ എല്ലാവരും തിടുക്കപ്പെട്ടിരിക്കാൻ, എല്ലാവർക്കും ആഡ് ഓൺ ചെയ്യാൻ ഉണ്ടാവും ഈ ഒരു വിഷയത്തില്. സോ ലെറ്റ് us see what are the feedbacks. ഓക്കെ, ഹേമരാജി, യാ സർ, വേണു സർ. ആ കൊക്കൂണിൽ നിന്നും ആ ചിത്രശലഭത്തിന്റെ ആയത് പൊട്ടിച്ച് ഓപ്പൺ ചെയ്തപ്പോൾ അതിന്റെ ശരിക്കുള്ള സയന്റിഫിക് എക്സ്പ്ലനേഷൻ അതിനകത്തിരിക്കുമ്പോ അതിനകത്ത് ആ ചിറകെല്ലാം വന്നിട്ട് പശ പോലെ ഒരു മെറ്റീരിയൽ കൊണ്ട് ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണ്. അപ്പൊ അത് അകത്തിരുന്ന് അടിക്കുന്ന വെച്ചാൽ അത് ഡ്രൈ ആകാൻ വേണ്ടിയിട്ടാണ്. ആ ഒട്ടിയിരിക്കുന്ന അതെല്ലാം ഡ്രൈ ആയി കഴിയുമ്പോഴേ അതിന് പറക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് നമ്മളായിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഡ്രൈ ആയിട്ടില്ല. അപ്പൊ അതിന് ചിറകിന് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് അതിന്റെ സയന്റിഫിക് എക്സ്പ്ലനേഷൻ. അതല്ലാതെ പ്രിമച്വർ ആയതൊന്നല്ല, അത് ഡ്രൈ ആകാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് കിടന്ന് പിടയ്ക്കുന്നത്. അതിന്റെ ഡ്രൈയിങ് പ്രോസസ്സാണ്. അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. ഇനി അടുത്തത് വന്നിട്ട് ഈ കമ്പയർ ചെയ്തെന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്താലേ ജീവിതത്തിൽ നമുക്ക് പ്രോഗ്രസ് വരത്തുള്ളൂ. പക്ഷെ കമ്പയർ ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് മാത്രം മിക്കവരും അറിയുന്നില്ല. അതാണ്, അത് പോസിറ്റീവ് കമ്പാരിസണും നെഗറ്റീവ് കമ്പാരിസണും വരാം. കമ്പാരിസൺ എന്ന് വെച്ചാല് ആദ്യം അവർ സക്സസ്ഫുൾ ആകുമ്പോൾ ഞാൻ സക്സസ്ഫുൾ അല്ല, അവർ റിച്ച് ആണ്, ഞാൻ റിച്ച് അല്ല. അപ്പൊ അതിന് എന്താണ് അതിന്റെ പിന്നിലുള്ള സീക്രട്ട് മനസ്സിലാക്കണം. അവർ എങ്ങനെ റിച്ചായി, അവർ എങ്ങനെ ആയി, അത് മനസ്സിലാക്കാതെ വെറുതെ മാറിയിരുന്നുകൊണ്ട് അസൂയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അപകർഷതാ ബോധം ഉണ്ടായതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ അവരുടെ എന്താണ്, വാട്ട് ഈസ് ദെയർ സ്ട്രെങ്ത്, ആ സ്ട്രെങ്ത് എനിക്ക് എങ്ങനെ നേടാം. അപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് പേർക്ക് വന്നിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയുന്നില്ല. എല്ലാവരും, ഞാൻ ഡോക്ടറായിട്ട് മെഡിക്കൽ കോളേജിൽ അധ്യാപകനായിട്ട് കുറെ കാലം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ അമേരിക്കയിലോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ LKG മുതൽ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിട്ട് SSLC വരെ വരുമ്പോൾ എത്രയായി, ഒരു 10-12 കൊല്ലം ഇംഗ്ലീഷ്. അത് കഴിഞ്ഞ് +2 അടുത്ത 2 കൊല്ലം, അത് കഴിഞ്ഞിട്ട് MBBS വരുന്നു അടുത്തൊരു 5 കൊല്ലം, അതെല്ലാം കഴിഞ്ഞിട്ട് MD കഴിയുന്നു. ഇത്രയും 18-20 കൊല്ലം കഴിഞ്ഞിട്ടും അവിടെ ഇപ്പോഴും ഡോക്ടേഴ്സിന്, ഞാൻ ഡോക്ടറായ കാരണം എന്നെപ്പോലെ ഇത്രയും ആധികാരികമായിട്ട് പറയാനായിട്ട് നിങ്ങൾക്ക് ആരെയും കിട്ടത്തുമില്ല. നല്ലൊരു ശതമാനം ഡോക്ടേഴ്സിന് ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയില്ല. അതൊരു ഫാക്റ്റാണ്. അതെ, അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ അന്ന് MBBS പഠിച്ച ഒരുപാട് പേര് അവര് ഇംഗ്ലണ്ട്, അമേരിക്ക എന്നുള്ള രാജ്യങ്ങളിലോട്ടൊന്നും പിന്നെ അങ്ങോട്ടേക്ക് പോയില്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാഹിബിന്റെ മദാമെടുത്ത് എങ്ങനെ സംസാരിക്കും അവർ ചോദിക്കുന്നതാണ്. നമുക്ക് ഇവിടെയാണെച്ചാൽ ഒന്നിങ്ങനെങ്കിലും തട്ടിക്കൂട്ടി പറഞ്ഞു പോവാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, അപ്പോഴും നമ്മുടെ ആ ഒരു ഇതിന്റെ എന്താണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് എൻ്റെ ജീവിതം മാറിയത്. അപ്പോൾ ഞാൻ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. എന്നിട്ട് എന്താണ്, അതാണ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സർവൈവിങ് ആൻഡ് ത്രൈവിങ്. അവിടെ നല്ലൊരു ശതമാനം ആൾക്കാരും ദേ സിംപ്ലി സർവൈവ്. അവർ ത്രൈവ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം ഒന്ന്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ്, നിങ്ങളൊരു സ്കൂളിലെ പ്രിൻസിപ്പലൊക്കെ ആയിരുന്നല്ലേ, അതിൻ്റെ ടീച്ചർ ട്രെയിനിങ്ങിൻ്റെ ഒക്കെ, അത് നിങ്ങൾക്ക് മറ്റേ മുനിസിപ്പാലിറ്റിയിലെ പിന്നെ ചെയർപേഴ്സണോ കൗൺസിലറോ എന്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവർ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്. എന്നിട്ട് മറ്റുള്ള അഭിപ്രായം, ബാക്കിയുള്ളവരുടെ അഭിപ്രായം കാര്യമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. നിങ്ങളിപ്പോൾ കുറച്ചൊരു രാഷ്ട്രീയക്കാരിയാണ്. ഒരു രാഷ്ട്രീയക്കാരന് പൊതുജനത്തിന്റെ അവരുടെ അഭിപ്രായം ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് പറയുന്നു. നോ, എവറി പൊളിറ്റീഷ്യൻ അയാളെക്കുറിച്ച് എന്താണ് ബാക്കിയുള്ളവർ വിചാരിക്കുന്നു, അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതില്ലാതെ ഒരു പൊളിറ്റീഷ്യനും ത്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും പറഞ്ഞാൽ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു വേണു സർ. ഞാൻ കമ്പാരിസൺ ഉദ്ദേശിച്ചത് നമ്മൾ മറ്റുള്ളവരുമായി നമ്മളെ കുറച്ച് കാണാതെ നമ്മളെ മുൻപത്തെ നമ്മളിൽ നിന്ന് ഇപ്പോഴത്തെ നമ്മൾ എത്രമാത്രം മെച്ചപ്പെട്ടു എന്ന് കമ്പയർ ചെയ്താൽ നല്ലതാണ്. നമ്മൾ
നമ്മൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട് വരുന്നത്. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ കുറവുകൾ ഓർത്തിട്ട് നമ്മൾ എനിക്കതില്ലല്ലോ അങ്ങനെ വിചാരിക്കരുത് എന്ന് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. താങ്ക് യു സാർ, പറഞ്ഞതെല്ലാം ഇല്ല, വാല്യുബിൾ അവിടെയും ആയിട്ടുള്ള ഉണ്ട്. കാര്യങ്ങളാണ്. അവിടെയും ഞാൻ കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എന്നുവെച്ചാൽ ഓക്കെ ഞാൻ കറക്റ്റ് ചെയ്തേ പറ്റൂ. അത് അതായത് ഓക്കെ അവിടെയും എനിക്കില്ലല്ലോ എന്നുള്ളത് എന്തുകൊണ്ട് എനിക്കില്ല എന്ന് ആദ്യം ചോദിക്കണം. ആദ്യം ആലോചിക്കേണ്ടത് എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ദെൻ യു ഡോണ്ട് സ്റ്റോപ്പ്. എന്തുകൊണ്ട് എനിക്കതില്ല? ഞാൻ അതാണ് ചെയ്തത്. എന്തുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് നേരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല? അപ്പോഴിന്ന് ആലോചിച്ച് എന്താണ് ഇംഗ്ലീഷ് ഏതൊരു ഭാഷയിൽ നന്നായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിലും ആദ്യം പദസമ്പത്ത്, വൊക്കാബുലറി അത് വളരെ കൂട്ടണം. വൊക്കാബുലറി വളരെ കുറച്ചാണെന്നുണ്ടെങ്കിലാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ എന്ത് വന്നാലും ഒറ്റ വാക്കേ ഉള്ളൂ, ഭയങ്കര. എനിക്ക് ഭയങ്കര വിശപ്പ്, ഭയങ്കര സന്തോഷമായി, എനിക്ക് ഭയങ്കര പേടിയാണ്, അയാൾ ഭയങ്കര പാവമാണ്. അതെങ്ങനെ ശരിയാവും? ഈ പാവം അതും ഭയങ്കര പാവം എങ്ങനെ ശരിയാവും? വിശപ്പ്, ഈ ഭയങ്കര വിശപ്പ് എങ്ങനെ ശരിയാവും? വല്ലാത്ത വിശപ്പ് അതൊക്കെയായിരുന്നു പണ്ടത്തെ, അല്ലെങ്കിൽ വളരെ വിശക്കുന്നു, അയാള് വെറും പാവമാണ്. അപ്പൊ മലയാളത്തിൽ തന്നെ വൊക്കാബുലറി അങ്ങ് ചുരുങ്ങിപ്പോയി. അതുപോലെയാണ് ഇംഗ്ലീഷിലെയും വൊക്കാബുലറി. ഇത് ഞാൻ മനസ്സിലാക്കി ആദ്യം എന്താണ് അതിന്റെ പ്രശ്നം എന്നുള്ള റൂട്ട് കാസ്. എന്നിട്ട് ആ വൊക്കാബുലറി വർദ്ധിപ്പിക്കാനായിട്ട് ഞാൻ പിന്നെ ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കുക, ഇംഗ്ലീഷ് ഈ മാഗസീൻസ് വായിക്കുക. എന്നിട്ട് അതിൽ വരുന്ന എനിക്ക് അറിഞ്ഞുകൂടാത്ത വാക്കുകളെ ഉടനെ തന്നെ മടി കൂടാതെ ഒരു ഡിക്ഷണറി നോക്കി ആ വാക്കിന്റെ അർത്ഥം. ഇന്നാണെന്ന് വളരെ എളുപ്പമാണ്, ഇന്ന് ഇന്റർനെറ്റ് ഉണ്ട്, ഡിക്ഷണറിക്ക് വേണ്ടി പ്രത്യേകം ഒന്നും പോകണ്ട. ആ ഏതാണോ വാക്ക് അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഗൂഗിളിൽ തന്നെ ഉടനെ ആ വാക്ക് കിട്ടി അതിന്റെ അർത്ഥം. അത് ചെയ്താൽ മാത്രം മതി. അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അന്ന് എൻ്റെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്തതോടുകൂടി എനിക്ക് എല്ലാ വിധത്തിലുള്ള ആത്മവിശ്വാസവും വന്നു. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഒരു പ്രയാസവും ഇല്ല, എല്ലാം മാറിക്കിട്ടി. അതുകൊണ്ട് ബാക്കിയുള്ളവർ നോക്കിയിട്ട് അവർക്ക് അത് ഉണ്ട്, എനിക്ക് ഇല്ല എന്നല്ല, ഇല്ലാത്തതിനെ കാരണം കണ്ടുപിടിക്കണം, എന്നാലേ ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. സാർ, അത് സൈക്കോളജിയിൽ സാർ കേൾക്കുന്നുണ്ടോ? ഞാനാണോ? എന്നോട് വേണോ? ആ, അത് ശരി, പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. സൈക്കോളജി പഠിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാക്കാൻ, മറ്റുള്ളവരുമായിട്ട് നമ്മൾ സ്വയം കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു തിയറി പഠിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഡൗൺ ആയി പോകുന്നത്, അവർക്കുണ്ടല്ലോ എന്നുള്ളത്. അപ്പം അവനവന്റെ ഒരു ഇതുണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നതോടൊപ്പം കുറച്ച് നമ്മളെക്കാൾ താഴെയുള്ളവരെ നോക്കുക, അപ്പൊ നമുക്ക് കോൺഫിഡൻസ് കൂടും. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരിശ്രമിക്കുകയും എവിടെയാണോ നമുക്ക് കുറവുള്ളത് അതിലേക്ക്. അപ്പൊ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടും. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള എനർജി ഉണ്ടാവും. മറ്റേത് അയ്യോ അവർക്ക് പറ്റും എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാനില്ല എന്ന് മാറി നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകാതിരിക്കാനാണ് അത് സൈക്കോളജിയിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ ജയശ്രീജി, ഞാൻ ഒന്ന് മാത്രം പറയാം. ഞാൻ ബേസിക്കലി ബിഹേവിയറൽ സയന്റിസ്റ്റ് ആണ്. ഒരുപാട് സൈക്കോളജി ബുക്ക് വായിച്ചിട്ടുണ്ട്. നല്ലൊരു ശതമാനം സൈക്കോളജി ബുക്കുകളും ഒരു കാശിനും കൊള്ളത്തില്ല. നല്ലൊരു ശതമാനം സൈക്കോളജി ടീച്ചേഴ്സും അവർക്ക് ഒരു പുണ്ണാക്കും അറിഞ്ഞൂടാ. മലയാളത്തിൽ നന്നായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ പുണ്ണാക്കും എന്നുള്ള വാക്ക് തന്നെ. ഇവരെല്ലാം ഒരു ബുക്കിൽ നിന്ന് ഇവിടെ ഒന്ന് വായിച്ചിട്ട് അത് വെച്ച് വിളമ്പിക്കൊണ്ടിരിക്കും. നമ്മൾ സ്വന്തമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അല്ല ജീവിത വിജയത്തിന് വന്നിട്ട് ഈ സൈക്കോളജി ബുക്കിൽ പറയുന്നൊന്നും അല്ല. സൈക്കോളജി ബുക്കുകൾ പറഞ്ഞില്ലെന്ന് അറിയാം, ഇങ്ങനെ കൈ ഇങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ കെട്ടിവെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ആ ബോഡി ലാംഗ്വേജ് നല്ലതല്ല, അത് ഡിഫെൻസീവ് ആണ്, ആ ക്ലോസ്ഡ് മൈൻഡഡ് ആണെന്ന് പറഞ്ഞ് നോൺസെൻസ്. 150% നോൺസെൻസ് ആണ്. ഇതിനും നമ്മുടെ മൈൻഡ് ഇതിനും ഒരു ബന്ധവുമില്ല. പക്ഷേ ഇത് വെച്ച് ഇങ്ങനെ പറഞ്ഞ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ അമേരിക്കയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് ഒരുപാട് സെമിനാർസും ടോക്സും കൊടുത്തിട്ടുള്ളവനാണ്. അപ്പോൾ ഞാനിവിടെ അമേരിക്കയിൽ ഞാൻ വർക്ക് ചെയ്ത ആശുപത്രിയിൽ ഇത് ഹാപ്പൻ ഒരു 20 കൊല്ലത്തിന് മുമ്പ് ഒരു മീറ്റിങ്ങിൽ, സ്റ്റാഫ് മീറ്റിങ്ങിൽ ആ സൂപ്പർവൈസർ കുറെ ചേഞ്ചസ് ഒക്കെ പറയുന്നു അവർ കൊണ്ടുവരാൻ പോകുന്നത്. ഞാനിരുന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ഞാൻ ഒരക്ഷരം പോലും പറഞ്ഞില്ല, എൻ്റെ സ്വന്തം അഭിപ്രായമായിട്ട് ഒന്നുപോലും പറഞ്ഞില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത മാസത്തെ ആ മീറ്റിങ്ങിലെ മിനിറ്റ്സ് എഴുതി വരുന്നു. HR അങ്ങനെ എഴുതിയിരിക്കുകയാണ്. അതിൽ
ഡോക്ടർ എൻ്റെ പേര് ഇട്ടിട്ട് വാസ് നോട്ട് റിസപ്റ്റീവ്, വാസ് നോട്ട് റിസപ്റ്റീവ്. അപ്പോൾ ഞാൻ ഒരു അക്ഷരം പോലും മിണ്ടിയില്ലല്ലോ, ഞാനത് കൊള്ളത്തില്ല എന്ന് ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഇയാൾ എങ്ങനെയാണ് ആ ഒരു അഭിപ്രായത്തിലോട്ട് എത്തിച്ചേർന്നത്, ഒപ്പീനിയൻ? പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചുമ്മാ ഇരിക്കത്തില്ല. ഞാൻ നേരെ ഇന്ന് നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ തന്നെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. ഇതേപോലെ ഞാൻ ഉടനെ തന്നെ അയാളുടെ ഓഫീസിൽ പോയി. എന്നിട്ട് ഞാൻ ചോദിച്ചു, അയാളുടെ പേര് ഡാനിയൽ എന്നാണ്. ഞാൻ പറഞ്ഞു, ഡാനിയൽ, ആസ് എ റിക്കോൾ I didn't say utter even a single word in that session. So what made you right that is I was not receptive? ഒന്നയാൾ പറയാണ്, your body language. See, what was my body language like? You were sitting with your arms folded across the chest. Oh, really? So you came to the conclusion I was not receptive because I was sitting with my arms folded across the chest. Now, അടുത്ത ഞാൻ ചോദിച്ചു, do you know anything about how the weather affects your body language? ഒന്നയാളിങ്ങനെ വിളിച്ചു നോക്കി. ഞാൻ പറഞ്ഞു, it was winter and the room was very cold. When it is cold, what will you do? You will sit with your arms folded across the chest. Yes. So your interpretation, that is absolutely wrong. And another thing also, the sitting with the arms folded across the chest is something cultural. I am from a country called India. In India, there is a respect towards the teachers, respect towards the elders. When they call you and the children, they stand with their arms folded across the chest. Inside the courtroom, in the witness box, the witnesses, they are expected to stand with the arms folded across the chest. They should not show a finger at the judge. So it is a cultural thing. It is not that it is. ഒന്ന് ഞാൻ അവസാനം കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞു, I think that is you need to learn something about the body language. I can give a class on body language. ഒന്ന് അയാൾ വളരെ ഇതായിട്ടൊക്കെ, why don't you give a talk for the other staff on body language? ഞാൻ ഒരു ടോക്ക് കൊടുത്തിട്ട് അവരെല്ലാം കൊള്ളാമെന്ന് പറഞ്ഞ കാരണം പിന്നെ അവസാനം ഞാൻ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലും I was invited to give talk on the body language. എൻ്റെ ബോഡി ലാംഗ്വേജ് ഫോക്സ് ന്യൂസ് TV ചാനലിലും വേറൊരു ചാനലിലെല്ലാം അവസാനം അത് ടെലികാസ്റ്റ് ചെയ്തു. ഇത്രയും ഞാൻ പറയാൻ കാരണം, സൈക്കോളജി ബുക്കുകളും കുറെ സൈക്കോളജിസ്റ്റുകളെല്ലാം വെറും അവർ പറയുന്നതെല്ലാം ശുദ്ധ അസംബന്ധമാണ്. അവരാണ് പറയുന്നത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് ആണെന്നൊക്കെ. അത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു വേണു സർ. സോ കമ്മിങ് ബാക്ക് ടു ആ ടോപ്പിക്, നമ്മൾ ഹേമലത മാം എടുത്ത ആ വിഷയത്തിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിലോ ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിലോ ഈ അവസരം ഉപയോഗിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഹേമലത മാം പറയട്ടെ? വളരെ മൈൻഡപ്പ് ചെയ്യണ്ട, പറഞ്ഞോളൂ. ഹേമലത മാം നല്ല പുഞ്ചിരിയോടുകൂടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വിത്ത് ബ്യൂട്ടിഫുള്ളി അറേഞ്ച്ഡ് തോട്ട്സ് അത് നറേറ്റ് ചെയ്ത് പറഞ്ഞു എല്ലാ കാര്യങ്ങളും. ഫ്രം സർവൈവൽ മോഡ് ടു ത്രൈവിംഗ് മോഡ്, 3 മെയിൻ പോയിന്റ്സും അതിന്റെ സബ് ടൈറ്റിൽസ് ഒക്കെ ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞു. ത്രോട്ട് നന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടി കേൾക്കാമായിരുന്നു എന്ന് വരെ ഞാൻ വിചാരിച്ചു പോയി. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, വാട്ട് എവർ യു സെഡ് ഈസ് റൈറ്റ്. പിന്നെ ചാറ്റ് ബോക്സ് ഒക്കെ ഉപയോഗിച്ചു. അർച്ചന മാം പറയുന്നത് പോലെ ധാരാളം ഡെയിലി ലൈഫ് എക്സ്പീരിയൻസസ് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. നറേഷൻ വാസ് ബ്യൂട്ടിഫുൾ, നറേഷൻ വാസ് നൈസ്. Anyway, I liked. I don't have to add anything more to what you said up till this third point. Everything was nice. Thank you. ഹേമ മാം, എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. നല്ല മോഡുലേഷനും നല്ല പ്രസന്റേഷനും ആയിരുന്നു. സ്റ്റോറീസ് കൊടുത്തത് സൂപ്പർ. അവസാനം വന്നപ്പം കുറച്ച് ഒരു ത്രോട്ടിന്റെ ഇത് വന്നത് കൊണ്ട് ഒരു ക്ലാരിറ്റി ലാസ്റ്റിലേക്ക് കൺക്ലൂഷൻ ഒരു ഇത്തിരി കൂടി കറക്റ്റായിട്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. കൂടുതൽ കേൾക്കാൻ ഓർത്തിരുന്നു, പക്ഷെ നിന്നുപോയി. നിർത്തി, എനിക്ക് എന്നെ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ട് നിർത്തിയത്. ഓക്കെ, താങ്ക് യു ജയശ്രീ മാം. ഹേമ മാഡം, യാ, നന്നായിരുന്നു, നല്ല സെഷൻ ആയിരുന്നു. രജനി മാം ആണോ? അതെ.
യെസ് ഞാൻ വീഡിയോ ഓൺ ആക്കുന്നില്ല. പിന്നെ നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് അതിലിടയ്ക്ക് ഒരു ഫോൺ വന്നിരുന്നേ. അപ്പൊ ഞാൻ അത് പോയി. അപ്പൊ ലാസ്റ്റ് ഭാഗത്തേക്ക് പിന്നെ കേട്ടു. ഈ നമ്മുടെ കല്ലിന്റെ കഥ പറയുന്ന അത് അന്നപ്പോഴാണ് ഫോൺ വന്നത്. അപ്പൊ അതൊരു സ്റ്റോറി നന്നായിരുന്നു കേട്ടോ, സൂപ്പർ ആയിരുന്നു. കാരണം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുക, നമ്മുടെ വില അറിയാത്തവർക്ക് ഒരു വില കൽപ്പിക്കില്ല അല്ലേ? അത് സൂപ്പർ അതെ ആയിട്ടാ അതെ നമ്മളെ ലൈഫിൽ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ആദ്യം പറഞ്ഞ പോയിന്റുകളൊക്കെ സെൽഫ് ലവ്, ആക്സെപ്റ്റൻസ്, അതേപോലെ തന്നെ സെലിബ്രേറ്റ് പ്രോഗ്രസ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അങ്ങനെ കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ മാഡം പറഞ്ഞു. നന്നായി, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു രജനി മാം. ഓക്കെ, ഹേമലത മാം, തീർച്ചയായിട്ടും ഒരുപാട് പോയിന്റ്സ് കൊണ്ട് ഫില്ലായിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു. ഒരുപാട് കാര്യം, ഐ തിങ്ക് ഓരോ പോയിന്റും വേണമെങ്കിൽ നമുക്ക് ഒരുപാട് നേരം ഡിസ്കസ് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു എലാബറേറ്റ് ചെയ്യും. അതെ, ഓരോ പോയിന്റും വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അത്രയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ആ ഒരു വിഷയം കൈകാര്യം ചെയ്തതിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ മാമിന് നല്ലൊരു ഇൻട്രോ തന്ന ഫെമി മാമിനും താങ്ക് യു സോ മച്ച്. ആൻഡ് ഇത്രയും നേരം നമ്മുടെ കൂടെ ഇവിടെ ഇരുന്നതിനും ഡിസ്കസ് ചെയ്തതിനും അല്ലേ, ഒരുപാട് നമുക്ക് അറിവ് വേണു സാറിനെ പോലെയുള്ള ഒരാളിൽ നിന്ന് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് ആണല്ലോ, ഡെഫിനറ്റ്ലി അത് ആഡ് ഓൺ ചെയ്യും എന്നുള്ളതാണ്. ഈ കുക്കുണ്ട കാര്യമൊക്കെ പറയും സാർ പറയുമ്പോഴേ ആലോചിക്കുന്നത് അങ്ങനെ ഒരു വശമുണ്ടല്ലേ എന്നുള്ളത്. അതെ എനിക്കും അറിയില്ലായിരുന്നു. തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവ് ആയിരുന്നു. സോ ഇനിയും മറ്റൊരു ട്രെയിനറുമായി നമ്മൾ അടുത്ത സെഷനിൽ വരുമ്പോഴും എല്ലാവരും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു അർച്ചന മാം, ആൻഡ് താങ്ക് യു ഓൾ. ഇൻട്രോ പറഞ്ഞ ഇതിൽ പോയില്ലേ, ആളിതിലില്ലെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു ഓൾ, എല്ലാവർക്കും താങ്ക്സ്.